കോഴിക്കോട് UDFിൻ്റെ ഒരു നിർണായകമായ യോഗം കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനവും വിശകലനവും ഒക്കെ നടന്നു. ഇനി പ്രതീക്ഷകളാണ്. നേരത്തെയും പ്രവീൺകുമാർ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. കോഴിക്കോട് DCC അധ്യക്ഷൻ ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്താണ്? അത് നേരത്തെ പറഞ്ഞൊരു പ്രതീക്ഷയുണ്ട്. യോഗത്തോടുകൂടി പ്രതീക്ഷ ഒന്നുകൂടി വർദ്ധിച്ചു. ഞാൻ 13 ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 13 out of 13. അതിലൊരു മാറ്റവുമില്ല. അതിലൊന്നുകൂടി ഞാൻ പറയുന്നു, അതിൽ 8 ഭൂരിപക്ഷം 5 അക്കമായിരിക്കും. പക്ഷേ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് 9 ഉറപ്പായും വിജയിക്കും, ബാക്കിയുള്ള ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഞങ്ങൾ ജയിക്കും. അതിൽ 8 5 ഭൂരിപക്ഷം, ബാക്കി 5 ജയിക്കും. ഭൂരിപക്ഷം 5 ഉണ്ടാവില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിടത്തും UDF ജയിക്കും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു 13 അങ്ങ് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്, കൊയിലാണ്ടിയിലെ UDF സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായി ഈ 5 അക്കത്തിൽ അങ്ങയുടെ മണ്ഡലമുണ്ടോ? ഇതാ ചെയർമാനും കൺവീനറും ഇതാ ആദ്യം കൊയിലാണ്ടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ CPM പറയുന്നത് അവിടെ ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്, കേദാസനെയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ വിജയപ്രതീക്ഷ ഉറപ്പാണ്. വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ലല്ലോ നടന്നത്, 2 ആശയങ്ങൾ തമ്മിലല്ലേ. പ്രവീൺകുമാറും ദാസും തമ്മിലുള്ള മത്സരമല്ല കൊയിലാണ്ടി നടന്നത്. ഈ കേരളത്തിൽ ജനം ആഗ്രഹിക്കുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായ UDFും കേരളത്തെ തകർത്ത LDF ഉള്ള പോരാട്ടമാണ്. അവിടെ പ്രവീൺകുമാറും ദാസും ഒരു പ്രസക്തിയില്ല, ഒരു ജനകീയതയില്ല. മുന്നണിക്കാണ് വോട്ട്. ഈ ക്ലീൻ സ്വീപ്പ് എന്ന് അങ്ങ് തുടർച്ചയായി ആവർത്തിക്കുന്നു, കോഴിക്കോട് DCC ആവർത്തിക്കുന്നു, കോഴിക്കോട് UDF നേതൃത്വം ഒന്നാകെ ആവർത്തിക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 5 ജില്ലകളിൽ കോഴിക്കോടില്ല. ഞാൻ അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തില്ലായിരുന്നു അന്ന്. കഴിഞ്ഞ ദിവസം കൊടുത്തു. ഇനി അതും പറയും അദ്ദേഹം. ഇനി പ്രതിപക്ഷ നേതാവ് കോഴിക്കോടും പറയും, കണക്കെടുത്ത് കൊടുത്തതാണ്, ഉറപ്പായിട്ട് പറയും. പിന്നെ മാത്രമല്ല, കോഴിക്കോട് LDFിൻ്റെ ഒരു കോട്ട എന്നറിയപ്പെട്ട സ്ഥലമല്ല ഇത്രയും കാലം. അപ്പോൾ ആർക്കും അതിൽ ആശങ്കയുണ്ട്. കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ ഞാൻ KC വേണുപോലെ പരസ്യം പ്രസംഗിച്ചില്ലേ, AIC ജനറൽ സെക്രട്ടറി. കോഴിക്കോട് ചരിത്ര വിജയമുണ്ടെന്ന് പ്രവീൺ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ ബോധ്യപ്പെടുന്ന അയാൾ പരസ്യം പ്രസംഗിച്ചില്ലേ. അതുപോലെ നേതാക്കളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാവും, സ്വാഭാവികമാണത്. ഇത്തവണ ആശങ്കയ്ക്കൊന്നും ഒരു വകുപ്പുമില്ല. അതിനിർണായകമായ വിജയം, ചരിത്ര വിജയം UDFിനെ കാത്തു കിടക്കുന്നു. അത്രയും സ്ട്രോങ് ആണോ കോഴിക്കോട് UDF അത്രയും ശക്തമായി. ഈ മന്ദിരം K കരുണാകരൻ്റെ ഓർഡർ മന്ദിരമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഹോളാണത്. ഇവിടെ ഇരുന്ന് കോൺഗ്രസും ലീഗും ഇനി കോഴിക്കോട് ജില്ലയിൽ വിജയത്തിൻ്റെ കഥ മാത്രമേ ഇരിക്കുള്ളൂ. മെയ് 4 ത്രിവർണ്ണ ലഡു ഇവിടെ വിതരണം ചെയ്യും. ത്രിവർണ്ണ ലഡു അല്ല, ലഡുകൾ. തീർച്ചയായും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. മെയ് 4 ത്രിവർണ്ണ ലഡു വിതരണം ചെയ്യുന്നുള്ളതാണ്. അതായത് കോൺഗ്രസിൻ്റെ ചരിത്രപരമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.